ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കും. പ്രതീക്ഷയോടെ മലയാള സിനിമ. ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം എന്നീ ചിത്രങ്ങൾ പരിഗണനയിൽ. ചരിത്രം കുറിച്ച് വിക്രം 1 രാജ്യത്തിന് അഭിമാനമായി ആദ്യ സ്വകാര്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. അഭിപ്രായങ്ങൾ പറയുന്നതിൽ KSU പരിധി വിടരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പരിമിതികളുള്ള സംഘടനയാണ് KSU എന്നും മന്ത്രി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഫേസ്ബുക്ക് പോസ്റ്റ്. തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വിധിക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ യോജിച്ച ഇടപെടൽ ഉണ്ടാകണമെന്നും അബ്ദുൽ ഖാദർ. സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതി നിയന്ത്രണം തുടരും. ലോകകപ്പ് ഫൈനൽ ദിവസം വൈദ്യുതി മുടങ്ങില്ലെന്ന് KSEB. വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലെ പാർട്ടിയുടെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പാർട്ടി. തിരുവില്ലാമലയിൽ വളം ഡിപ്പോയിൽ മോഷണം. മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും 1 ലക്ഷം രൂപ കവർന്നു. പുൽനാശിനി ആവശ്യപ്പെട്ട് കടയിലെത്തിയ ആളാണ് മോഷണം നടത്തിയത്. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്ന് തിങ്കളാഴ്ച അറിയാം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പേറുന്നു. 3ാം സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കും. പ്രതീക്ഷയോടെ മലയാള സിനിമാ മേഖല കാത്തിരിക്കുന്നത്. ഇക്കുറി മലയാളത്തിൽ നിന്ന് ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് ജൂറിയിലെത്തിയ പ്രധാന ചിത്രങ്ങൾ. ബ്രഹ്മയുഗത്തിലൂടെ മികച്ച നടനുള്ള മികച്ച പുരസ്കാരം ഒരിക്കൽ കൂടി മമ്മൂട്ടിക്ക് ലഭിക്കുമോ എന്നാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം 1 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത്. മിഷൻ ആഗമൻ എന്നാണ് ദൌത്യത്തിന് പേരിട്ടിരിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരുന്നു. 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് കൗണ്ട് ഡൗൺ നിർത്തിയത്. മുൻകരുതൽ നടപടി എന്നായിരുന്നു വിശദീകരണം. പൂർണ്ണമായി ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് വിക്രം. ആദ്യ ദൌത്യത്തിൽ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ എത്താനാണ് റോക്കറ്റ് ലക്ഷ്യമിടുന്നത്. ആദ്യ പരീക്ഷണ ദൌത്യമായതിനാൽ വലിയ ഉപഗ്രഹങ്ങളൊന്നും അയച്ചിട്ടില്ല. Awestruck at the sheer power that stage 1 is producing. With this, we have two of our major prime mission objectives completed. അഭിപ്രായങ്ങൾ പറയുന്നതിൽ KSU പരിധി വിടരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പരിമിതികളുള്ള സംഘടനയാണ് KSU എന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള വിവാദങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം KSUവിനുണ്ട്. അവരെ സർക്കാരും പാർട്ടിയും കേൾക്കും. ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യും. മറ്റൊരു വ്യാഖ്യാനവും ആ വിഷയത്തിൽ നൽകേണ്ടതില്ല. CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ DYFI ആയാലും SFI ആയാലും എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? എന്ന് അധികാരം ഏൽക്കുന്നോ അന്നത്തോടുകൂടി അവർ ഭരണവിലാസം പാർട്ടിയായി അവർ മാറും. അതുപോലെയല്ല യൂത്ത് കോൺഗ്രസും KSU. അവരുടേതായ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും. അതിനകത്ത് പാലിക്കേണ്ട ചില പരിധികളുണ്ട്. ആ പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നതിൽ വിരോധമില്ല. എന്തെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും പാർട്ടി ആയാലും ഗവൺമെന്റ് ആയാലും KSUവിന് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളിൽ അത് കേൾക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് കേൾക്കും. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും. തള്ളേണ്ടത് തള്ളും. അതിനപ്പുറത്തുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട്. KC വേണുഗോപാൽ പക്ഷമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന ആരോപണങ്ങളെയും അദ്ദേഹം തള്ളി. തങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒപ്പമുള്ളവരാണെന്നും
മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ്. ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. എല്ലാവരും KC വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും കമ്പാർട്ട്മെന്റ് തിരിച്ചതിനെ കാണേണ്ട കാര്യമില്ല. TCV തൃശൂർ. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസ്ഥാനാധിപൻ യൂഹന്നാൻ മാർ മെലിത്തിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി സൈബർ യുദ്ധം. VD സതീശനെ പിന്തുണച്ചും KC വേണുഗോപാലിനെ പരിഹസിച്ചുമാണ് മെത്രാപ്പോലിത്ത ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയത്. ഹൈക്കോടതിയിലെ സർക്കാർ പ്ലീഡർ നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനും KSUവും തമ്മിലുള്ള തർക്കമാണ് പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത്. വിഷയത്തിൽ VD സതീശനെ പരോക്ഷമായി പിന്തുണച്ചും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ രൂക്ഷമായ പരിഹാസമുയർത്തിയും ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പോലിത്ത യൂഹാന്നാൻ മാർ മെലിത്തിയോസ് രംഗത്തെത്തി. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലിട്ട ഒറ്റവരി പോസ്റ്റിലൂടെയാണ് മെത്രാപ്പോലിത്ത കോൺഗ്രസിലെ ആഭ്യന്തര ചേരിതിരിവിനെ പരസ്യമായി വിമർശിച്ചത്. KC പിള്ളേരെ കൊണ്ട് ചുടുചോറ് വാരിച്ച് കേരളത്തിലെ പാർട്ടിയെയും വടക്കേ ഇന്ത്യൻ പരുവത്തിലാക്കുമെന്നായിരുന്നു കുറിപ്പ്. മെത്രാപ്പോലിത്തയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ കോൺഗ്രസ് അണികളും സൈബർ ഗ്രൂപ്പുകളും കമന്റ് ബോക്സിൽ ചേരിതിരിഞ്ഞ് വാക്പോരാരംഭിച്ചു. VD സതീശനെ സമാധാനമായി ഭരിക്കാൻ KC സമ്മതിക്കില്ല. കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും VDക്ക് അനുകൂലമാണ്. ഗ്രൂപ്പിസമില്ലാത്ത കോൺഗ്രസിനെയാണ് ജനങ്ങൾക്കിഷ്ടം എന്ന് ഒരു വിഭാഗം കമന്റ് ചെയ്തു. മോഹഭംഗം സംഭവിച്ച ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് ചാണകം വാരി എറിയിക്കുന്ന കലാപരിപാടിയാണ് KC നടത്തുന്നതെന്ന ആരോപണവും കമന്റുകളിൽ ഉയർന്നു. എന്നാൽ KSUവിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മെത്രാപ്പോലിത്തയുടെ രാഷ്ട്രീയ ഇടപെടലിനെ ചോദ്യം ചെയ്തും മറുവിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് വേദനയാണെങ്കിൽ തിരുമേനി ഉടുപ്പൂരിവെച്ച് അങ്ങോട്ടിറങ്ങി കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് ഒരു കമന്റ്. സംസ്ഥാനത്തെ പവർ കട്ടൊക്കെ നന്നായിട്ടില്ലേ, അതിൽ KCക്ക് എന്താണ് റോൾ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. VD സതീശനെ RSS അനുകൂലിയെ ചിത്രീകരിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാത്ത വിധത്തിലാണ് തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിശ്ചിത തുക നൽകിയാണ് പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ കോടതി ഉത്തരവ് പ്രകാരം വലിയ വരുമാന നഷ്ടമാണ് ദേവസ്വം ബോർഡിന് ഉണ്ടാകുക. ഇക്കാര്യം കൂടി പരിഗണിച്ച് വേണമായിരുന്നു ഉത്തരവ്. വിധിക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ യോജിച്ച ഇടപെടലാണ് ഉണ്ടാകേണ്ടതെന്നും അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. പാർട്ടികളാവട്ടെ, സർക്കാരിൻ്റെ വിവിധ ഏജൻസികളാവട്ടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളാവട്ടെ, ഇവരെല്ലാം നടത്തുന്ന പരിപാടി സൗജന്യമായിട്ട് നടത്തുന്നതല്ല. ദേവസ്വം നിഷ്കർഷിക്കുന്ന ഫണ്ട് അടച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ദേവസ്വത്തിനുള്ള വലിയൊരു വരുമാനമാണത്. ആ തലത്തിൽ കൂടി അത് കാണേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ക്ഷേത്ര ആരാധനയ്ക്കോ മതാധിഷ്ഠിത പരിപാടികൾക്കോ ഒരു തടസ്സവും ഉണ്ടാക്കാതെ തന്നെയാണ് അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഉപരി കോടതിയെ സമീപിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. ഭരണകക്ഷി പ്രതിപക്ഷ സമന്വയം ഉണ്ടാവണം. ഒരു സർവകക്ഷി നിലപാട് അക്കാര്യത്തിൽ ഉണ്ടാവണം. സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതി നിയന്ത്രണം തുടരും. അതേസമയം ലോകകപ്പ് ഫൈനൽ ദിവസം വൈദ്യുതി മുടങ്ങില്ലെന്ന് KSEB അറിയിച്ചു. വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. കാലവർഷം ദുർബലമായി തുടരുന്നു. ചൂട് കൂടി. വൈദ്യുതി ഉപഭോഗം റെക്കോർഡുകൾ ഭേദിച്ചുയർന്നു. ഇതോടെ രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണി വരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KSEB വ്യക്തമാക്കി. വൈദ്യുതി ആവശ്യകതയേറുന്ന സമയങ്ങളിൽ 500 മെഗാവാട്ടിന്റെ ദൗർലഭ്യമാണ് നേരിടുന്നത്. സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളുടെ ഡാമുകളിൽ നിലവിൽ വെറും 28% സംഭരണശേഷി മാത്രമാണുള്ളത്. ഇത് ആകെ 1275 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ തികയൂ. രാജ്യത്തുടനീളം മൺസൂൺ കുറവായതിനാൽ ദേശീയ ഊർജ്ജ വിപണിയിലും കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട്. 2014 ഒപ്പുവച്ചിരുന്ന 465 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി. ആ കരാർ നിലവിലുണ്ടായിരുന്നെങ്കിൽ നിലവിലെ പവർ കട്ട് ഒഴിവാക്കാമായിരുന്നു. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ 2 ദീർഘകാല ടെൻഡറുകൾ വിളിച്ചെങ്കിലും കമ്പനികൾ അമിത തുക ആവശ്യപ്പെട്ടതിനാൽ അന്തിമമാക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ യൂണിറ്റിന് 9 രൂപ 16 പൈസ എന്ന ഉയർന്ന നിരക്കിലാണ് ബോർഡ് അടിയന്തരമായി അധിക വൈദ്യുതി വാങ്ങുന്നത്. എങ്കിലും തൽക്കാലം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് TCV. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടിയെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി. കരുവന്നൂർ കേസിൽ ED നൽകിയ കുറ്റപത്രത്തിലെ 68ാം പ്രതിയാണ് CPM. നിലവിലെ ജില്ലാ സെക്രട്ടറി കേസ് പരിഗണിക്കുന്ന കൊച്ചിയിലെ PMLA കോടതിയിൽ ചൊവ്വാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ചരിത്രത്തിലാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്നത്.
ഇതിനായി നിയമദുരുപയോഗമാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കേന്ദ്രം നടത്തുന്നതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അതിന് തെളിവാണ് മയക്കുമരുന്ന് കടത്തിനെതിരായ PMLA നിയമം CPM-നെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെ CPM-നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യഥാർത്ഥ കുറ്റവാളികൾക്കെതിരായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയമത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഇത് തങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവരിൽ ചിലരെ വിലപേശാനും ചിലരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും സമ്മർദ്ദത്തിന് വഴങ്ങാത്തവരെ ഈ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാനും ഒക്കെയുള്ള നിഗൂഢ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPIM-നെ പ്രതിയാക്കിയിട്ടുള്ളത്. കോൺഗ്രസ് പലപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ ED-യുടെ കേസുകൾക്ക് പിന്തുണയുമായി പലപ്പോഴും നടന്നത് നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ അവർക്ക് ED വിരുദ്ധ നിലപാടില്ല. നേരത്തെ സംസ്ഥാനം LDF ഭരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നിയമദുരുപയോഗം വഴി അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് CPM. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് 5-ന് തൃശൂർ EMS സ്ക്വയറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അബ്ദുൽ ഖാദർ അറിയിച്ചു. നിയമപരമായി കോടതിയിൽ നിയമപോരാട്ടം നടത്തുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഈ ജനവിരുദ്ധർക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി വിപുലമായ ഒരു ജനകീയ പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. TCV തൃശൂർ. ഒരിടവേള. French Dairy Pistachio Kunafa Bar. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTT-യിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. തിരുവല്ലാമലയിലെ വളം ഡിപ്പോയിൽ മോഷണം. KC വിൽസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിൽ മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും 1 ലക്ഷം രൂപ കവർന്നു. രാവിലെ കട തുറന്നയുടൻ പുൽനാശിനി ആവശ്യപ്പെട്ട് ഒരാൾ കടയിലേക്ക് എത്തിയിരുന്നു. വ്യാപാരിയുടെ ശ്രദ്ധ തിരിച്ച് മേശപ്പുറത്തിരുന്ന ബാഗിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുക്കുകയായിരുന്നു. പ്രദേശത്തെയും കടയിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി പഴയന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 3 വർഷം തികഞ്ഞു. 10 വർഷത്തിനു ശേഷം UDF-ന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരമേറ്റപ്പോൾ പ്രിയ നേതാവ് കൂടെയില്ലാത്തതിന്റെ സങ്കടത്തിലാണ് അണികൾ. 2023 ജൂലൈ 18 കരിമേഘങ്ങൾ നിഴൽ വീഴ്ത്തിയ മഴദിനത്തിൽ ഇടിമിന്നൽ പോലെ ആ വാർത്തയെത്തി. ഉമ്മൻചാണ്ടി വിട പറഞ്ഞു. പിന്നാലെ ഇടിച്ചുകുത്തി പെയ്യാൻ തുടങ്ങി കാലവർഷം. കേരളമാകെ ഒരു കണ്ണീർ പുഴയായി ഒഴുകിയ നിമിഷങ്ങൾക്കാണ് പിന്നീട് നാട് സാക്ഷ്യം വഹിച്ചത്. ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചുപോയ ശൂന്യത സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസിൽ കാറും കോളും ഉയരുമ്പോൾ UDF ഒന്നുലയുമ്പോൾ ആ കപ്പിത്താൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ് പ്രവർത്തകർ. എന്നും എപ്പോഴും ആളും ആരവവും അകമ്പടി സേവിച്ച എല്ലാവരെയും സാഗൂതം കേൾക്കുന്ന ഉമ്മൻചാണ്ടിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനിയും ഉദയം ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി എന്ന പേരുപോലെ സമാനതകളില്ലാത്തതായിരുന്നു ആ ജീവിതവും. ഉമ്മൻചാണ്ടി ജനിച്ചത് തന്നെ രാഷ്ട്രീയക്കാരനാകാനാണ്. എഞ്ചിനീയർ ആകണമെന്ന മോഹം ഉള്ളിലെവിടെയോ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എന്നാൽ ജനമനസ്സുകളുടെ സ്നേഹവാത്സല്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടത് കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നേതാവായിരുന്നു. കുടുംബവക സ്കൂളിൽ KSUവിന്റെ സമരത്തിനിറങ്ങി കാലുമുറിഞ്ഞ് ചോരയൊലിപ്പിച്ചു തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം. വിവാദങ്ങളുടെ കൊടുങ്കാറ്റുയരുമ്പോഴും അലസമായി പാറി നടക്കുന്ന തന്റെ മുടിയിഴകൾ പോലെ അതിനെ അതിന്റെ പാട്ടിന് വിട്ട് അതിവേഗം ബഹുദൂരം നടന്നു നീങ്ങുന്നതാണ് ഉമ്മൻചാണ്ടി ശൈലി. നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും സാമ്പ്രദായിക രീതികളിൽ നിന്ന് വഴിമാറി നടന്നു എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മുൻഗാമികൾ വെട്ടിത്തെളിച്ച പാതകളിലൂടെയുള്ള സുഗമയാത്ര അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും വാർപ്പു മാതൃകകൾ ജീവിതത്തിൽ പകർത്തിയിട്ടുമില്ല. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടി അനുകരിക്കാമെന്ന് മാത്രം.
എപ്പോഴും ഊർജം പ്രസരിപ്പിക്കുന്ന പവർ ഹൗസ് എന്ന വിശേഷണവുമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന ആ നേതാവ് ബാക്കിവെച്ചു പോയതെല്ലാം കാലത്തെ അതിജീവിക്കുന്ന ഓർമ്മകളുടെ സമ്പത്താണ്. ഇനി കലണ്ടർ താളുകൾ എത്ര മറിഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന് ജനഹൃദയങ്ങളിൽ മരണമില്ല. ന്യൂസ് ഡെസ്ക് TCV. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ നടന്ന ഉമ്മൻചാണ്ടി സ്മൃതി റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, നേതാക്കളായ ജോസ് വള്ളൂർ, അനിൽ അക്കര, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസഫ് ചാലിശ്ശേരി, ഷാജി കോടങ്കണ്ടത്ത്, രാജേന്ദ്രൻ അരങ്ങത്ത്, MP വിൻസെന്റ്, IP പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, A ബഷീർ, CO അലോഷ്യസ്, ഷഹന നൌഷാദ്, CP ഔസേഫ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. CMP ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ MB സജീവൻ, രാമൻ നമ്പൂതിരി, MK ചന്ദ്രൻ, ഹബീബുള്ള തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC അംഗം CJ ജോഷി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കൊച്ചുവേട്ടിൽ, അനസ് അബൂബക്കർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിനൂബ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അടാട്ട് മണ്ഡലം ഉമ്മൻചാണ്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ചിറ്റിലപ്പള്ളി ഷാദിഘട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ രക്ഷാധികാരി KP പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ KS മോഹനൻ, DCC സെക്രട്ടറി PK രാജൻ, ഡോക്ടർ സോയ ജോസഫ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VO ചുമ്മാർ, രവി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം ആചരിച്ചു. പന്നിത്തടം സെന്ററിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി റഹീം ആദൂർ, സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, MH നൌഷാദ്, MP സിജോ, ഷൈനി തമ്പി, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം ആചരിച്ചു. കടങ്ങോട് മില്ല് സെന്ററിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഉമ്മൻചാണ്ടി മെമ്മോറിയൽ കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. PC ഗോപാലകൃഷ്ണൻ, സജീവ് ചാത്തനാത്ത്, PK രാമകൃഷ്ണൻ, OS വാസുദേവൻ, A അബ്ദുൾ മജീദ്, PB പ്രസാദ്, TK സുബ്രഹ്മണ്യൻ, സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. മട്ടത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം TM ചന്ദ്രൻ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാഫി കല്ലുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന V കേശവന്റെയും 3ാം ചരമവാർഷികം ആചരിച്ചു. എരുമപ്പെട്ടി സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ TK ദേവസി, TN നമ്പീശൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം.
ലോകകപ്പ് ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്നറിയാൻ തിങ്കളാഴ്ച അറിയാം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പേറുകയാണ്. അതേസമയം 3-ാം സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2:30 കിക്ക് ഓഫ്. ും ഇത് അഭിമാന പോരാട്ടമാണ്. നായകൻ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും ഗോളടി മികവ് തുടരുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. കരുത്തുറ്റ പ്രതിരോധ നിരയും ഇംഗ്ലണ്ട് നിരയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. അതേസമയം ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന കലാശ പോരാട്ടത്തിനുള്ള ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നിറച്ച് HSS ചന്ദ്രാപിന്നി സ്കൂളിൽ സംഘടിപ്പിച്ച സ്വപ്ന ഫൈനൽ ശ്രദ്ധേയമായി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ഒരാഴ്ചയായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ 24 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിന്റെ ഉദ്ഘാടനം കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് നിർവഹിച്ചു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, കയ്പമംഗലം SI KU സജീഷ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VB സജിത്ത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരം അരങ്ങേറുന്നത്. ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിൽ ചങ്ങരംകുളത്ത് മാനവം സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് ശ്രദ്ധേയമായി. മുൻ PSC ചെയർമാൻ MK സക്കീർ ഷൂട്ടൌട്ടിന്റെ ആദ്യ കിക്ക് വലയിലെത്തിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു. മാനവം സാംസ്കാരിക കൂട്ടായ്മ ചെയർമാൻ T സത്യൻ അധ്യക്ഷത വഹിച്ചു. 32 ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരത്തിൽ യുണൈറ്റഡ് A ടീം 1-ാം സ്ഥാനവും യുണൈറ്റഡ് B ടീം 2-ാം സ്ഥാനവും നേടി. നവയുഗ മാക്കാലി ടീം 3-ാം സ്ഥാനം കരസ്ഥമാക്കി. മാനവത്തിന്റെ എല്ലാമെല്ലാമായി ഇനി കർക്കിടക സുകൃതം. കർക്കിടക മാസം രാമായണ പാരായണ മാസം കൂടിയാണ്. സന്ധ്യയ്ക്ക് ആധ്യാത്മ രാമായണം പാരായണം ചെയ്യുക എന്നത് അനുഷ്ഠാനമായി മലയാളിയുടെ ശീലമാണ്. ശ്രീരാമ രാമ രാമ രാവണാന്തക ജയ
PSC 10ാം ക്ലാസ് യോഗ്യതയുള്ള വിവിധ തസ്തികകളിലേക്ക് നടത്തുന്ന പ്രാഥമിക പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ മാറിയതാണ് പരീക്ഷ റദ്ദാക്കാൻ കാരണം. രാവിലെയും ഉച്ചയ്ക്കും 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടത്തേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് രാവിലെ നൽകിയത്. ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ ചോദ്യപേപ്പർ മാറിയെന്നാണ് ആദ്യം പുറത്തു വന്നിരുന്ന വിവരം. ഇതിന് പിന്നാലെ മറ്റു ജില്ലകളിലും ചോദ്യപേപ്പർ ചോർന്നതായി വ്യക്തമാവുകയായിരുന്നു. കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്നാരോപിച്ച് അമ്മയെ ക്രൂരമായി ആക്രമിച്ച് കൈ തല്ലിയൊടിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. ചേറ്റുവ ഏങ്ങണ്ടിയൂർ സ്വദേശി മനോജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. മനോജിന്റെ കുടുംബത്തിനുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം അമ്മ തുളസി മന്ത്രവാദം ചെയ്തതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. മരത്താക്കര ദേശീയപാത തൃശൂർ മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് 9 പേർക്ക് പരിക്ക്. ബസ് യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ചേർത്തലയിൽ നിന്നും പഴനിക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറിക്ക് മുന്നിൽ പോകുകയായിരുന്ന പിക്കപ്പ് വാൻ അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിന്നിൽ വന്ന ടോറസ് ലോറിയും KSRTC ബസ്സും അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കുണ്ട്. അപകടത്തിൽപ്പെട്ട ബസിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ഉള്ളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ആർത്താറ്റ് പെട്രോൾ പമ്പിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. ചാലിശ്ശേരി സ്വദേശി രാഹുലിനാണ് പരിക്കേറ്റത്. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ രാഹുലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ചിറ്റിലപ്പള്ളിയിൽ കാറും ഗുഡ്സ് വാഹനവും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ പറ്റി. തൃശൂർ ഭാഗത്തു നിന്നും പാവറട്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും പറപ്പൂർ ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന ഗുഡ്സ് വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കെ രാധാകൃഷ്ണൻ MP നിവേദനം നൽകി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കോവിഡിന് മുൻപുണ്ടായിരുന്ന ട്രെയിൻ സ്റ്റോപ്പുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടി തിരുവില്ലാമല മലേശമംഗലം തെക്കേ പുത്തൻമാരി നിവാസികൾ. നല്ല റോഡില്ല, വെളിച്ചമില്ല, കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പുത്തൻമാരി നിവാസികൾ. റോഡില്ലാത്തതുമൂലം അസുഖം വന്നുകഴിഞ്ഞാൽ രോഗിയെ കസേരയിലെടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തിട്ടും പഞ്ചായത്ത് പണി തുടങ്ങിയിട്ടില്ലെന്നാണ് ആരോപണം. 5-6 മീറ്റർ ഇപ്പോഴും വീതിയിലുള്ള സ്ഥലം പഞ്ചായത്തിന് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. സ്റ്റാമ്പ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് തൊഴിലുറപ്പിൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. അത് കൊടുത്തിട്ട് 5-6 കൊല്ലം കഴിഞ്ഞു. ഉടനെ പണി തുടങ്ങാൻ നിങ്ങളത് കൊടുക്കണം എന്ന് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ പ്രസിഡന്റായിരുന്നു. ആ മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ആ പേപ്പർ അവിടെ കൊണ്ട് കൊടുത്തത്. അതിന്റെ ഈ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മിക്കാമെന്ന വാഗ്ദാനവും പാഴായി. മാറി മാറി വരുന്ന തിരുവില്ലാമല പഞ്ചായത്ത് ഭരണസമിതികളെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽക്കാലായ പറയും മഴക്കാലാവട്ടെ അപ്പൊ ചെയ്യാം, മഴക്കാലായ പറയും ഇപ്പൊ എങ്ങനെ വെള്ളത്തിൽ ചെയ്യണം, വേനൽക്കാലത്ത് ചെയ്യാൻ. സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് 4-5 വീടുകൾ ഇവിടെ ആശ്രയ പദ്ധതിയുടെ പേരിൽ കെട്ടിയിട്ടുള്ളത്. അത് എനിക്ക് റോഡ് എത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാ പാർട്ടിക്കാരും ഭരണത്തിൽ വന്നവരോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവരും ചെയ്യാം, ആരും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യാമെന്നും പറഞ്ഞു. അത് മാത്രമല്ല, ഒരു റോഡ് പാടത്തിന്റെ നടുക്ക് അവസാനിപ്പിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാനില്ല. ഒരു റോഡ് കൊടുക്കുന്ന പാടത്തിന്റെ നടുക്ക് അവിടെ നടുക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ് ആ റോഡ്? അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ താമസിക്കണം. ആളെ വെള്ളം വന്നു കഴിഞ്ഞാൽ അസുഖമായിട്ട് കിടക്കുന്ന ഞങ്ങളെ അപ്പുറത്തേക്ക് കിടക്കാൻ വഴിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ദുരിത ജീവിതം അടുത്ത് പലരും ഇവിടെ നിന്ന് താമസം മാറിപ്പോയി. ഇവിടേക്ക് റോഡുകൾ സാധനമില്ല, വഴിവിളക്കില്ല, ഒന്നുമില്ല. ഇപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുറച്ചാൾ ബോറയിൽ അടിച്ചിട്ട് അതുകൊണ്ട് വെള്ളം ഉണ്ടാവുകൊണ്ട് നമ്മൾ താമസിക്കുന്നു. കുറച്ചാൾ താമസം നടന്നില്ല, റോഡും വെള്ളമൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് വെള്ളം വീണ്ടും പുറയിൽ അടിച്ച ശേഷമാണ് നമ്മൾ താമസിക്കണേ. അപ്പുറത്ത് ചില ആൾക്കാരുണ്ടാകുന്നു, അവരൊന്നും വന്ന് താമസിക്കില്ല. ഒരു കാട് പ്രദേശമാണ്. എന്തെങ്കിലും ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പന്നിയായിട്ടും ഇഷ്ടം പോലെ ശല്യമുള്ള സ്ഥലമാണ്. ഒരു വഴിവിളക്ക് ഞങ്ങൾ മുകളിൽ വന്നിട്ടും പോസ്റ്റ് ഇല്ല, അതാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വഴിവിളക്ക് പോലും കിട്ടിയിട്ടില്ല. മെയിൻ കാര്യം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരു വഴിയില്ല. അതുകൊണ്ട് റോഡ് വേണം.
വയസ്സായ ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഉണ്ട്. അസുഖം വന്നിട്ട് ഓരോന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരായിട്ട് ഒക്കെ എന്താ പറയുക, കസേരയിലൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. വെള്ളം വന്ന് അതിൽ വരാനേ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ മെമ്പർമാരോടും പഞ്ചായത്തിലാണെങ്കിലും ആരോടാണെങ്കിലും ഞങ്ങൾക്കൊരു വഴിയും ഉള്ള സൗകര്യം ചെയ്തു തരാൻ പറയാം. മഴക്കാലത്താൽ പ്രദേശത്ത് ദുരിതമേറും. അധികൃതർ ഇനിയെങ്കിലും നിസ്സംഗത വെടിഞ്ഞ് തങ്ങളുടെ ദുരിത ജീവിതത്തിന് അറുതി വരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന. TCV ന്യൂസ്, തിരുവില്ലാമല. ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഘടകം മാർക്കാണെന്ന് കരുതുന്നത് തെറ്റാണെന്നും വർഷത്തിൽ 1-2 മണിക്കൂറുകൾ കൊണ്ട് എഴുതുന്ന പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയുടെ കഴിവിനെ വിലയിരുത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാമില സലീം തുടങ്ങിയവർ പങ്കെടുത്തു. തന്നെ ആദരിക്കുന്നതിന് മൊമെന്റോ ഒഴിവാക്കണമെന്നും പകരം കുട്ടികൾക്ക് കളിക്കാനുള്ള ഫുട്ബോൾ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കണമെന്നും മന്ത്രി OJ ജനീഷ്. പൊയ്യ പഞ്ചായത്ത് സംഘടിപ്പിച്ച നവപ്രതിഭാ പുരസ്കാര വിതരണവും സ്കൂളിലേക്ക് ഫുട്ബോൾ നൽകുന്നതിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആദരവായി 10 രൂപയുടെ പന്ത് ലഭിച്ചാലും അത് കുട്ടികൾക്ക് നൽകാൻ കഴിയുമെന്നും പുസ്തകമായാലും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. MLAയും മന്ത്രിയും എന്ന നിലയിൽ ലഭിച്ച മൊമെന്റോകൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. കുട്ടികൾക്ക് കളിക്കുവാനുള്ളവ ലഭിച്ചാൽ അത് പ്രയോജനപ്പെടുമെന്നും ഇക്കാര്യം സംഘാടകർ പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ്, സ്ഥിരം സമിതി അംഗങ്ങളായ ലിൻസി ജോയ്, ഷൈബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗായിക S. ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മുക്കുതല P. ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് പ്രണവം പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക KK മീനാംബിക, പ്രിൻസിപ്പൽ CV മണികണ്ഠൻ, ഹെഡ് മിസ്ട്രസ് CK ജീന, അധ്യാപകരായ TK ജയദേവ്, VK ആഘോഷ് കുമാർ, സംഗീതലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവില്ലാമല ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവു നായ്ക്കളുടെയും കാലികളുടെയും ശല്യം ഏറുന്നു. രാമായണ മാസം ആരംഭിച്ചതിനാൽ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തർ എത്തുന്ന സമയമാണിത്. തിരുവില്ലാമല ബസ് സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി കിടക്കുന്നതും ഭക്തരെ വലയ്ക്കുന്നു. ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹിക വിരുദ്ധരുടെ താവളമായെന്നും ആക്ഷേപമുണ്ട്. വിഷൻ ഇരിങ്ങാലക്കുടയുടെ 10ാമത് ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി സഹകാരി സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരം ഇന്നസെന്റ് സോണറ്റ് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാരെയും ഭരണസമിതി അംഗങ്ങളെയും ആദരിച്ചു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് J. ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയക്കര, ഇരിങ്ങാലക്കുട RDO ഷിബു, മുകുന്ദപുരം രജിസ്ട്രാർ ബിജു കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ലക്ഷ്മണൻ പുല്ലൂർ സർവീസ് സഹകരണ പ്രേമൻ പൊന്നാനി ഉണ്ടെങ്കിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനിയോസ് രണ്ടാമൻ തിരുവേനിയുടെയും ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാവയുടെയും സംയുക്ത ഓർമ്മ പെരുന്നാൾ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കും. ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത സഹകാർമ്മികനാകും. തിങ്കളാഴ്ച ചേരുന്ന പൊതുസമ്മേളനത്തിൽ സഭ പുതിയതായി നിർമ്മിച്ച 8 ഭവനങ്ങളുടെ താക്കോൽദാനം മന്ത്രി CP ജോൺ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ഫാദർ സ്റ്റീഫൻ ജോർജ്, ജോയിന്റ് കൺവീനർ PU ഷാജൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഫാദർ TC ജേക്കബ്, കൺവീനർ
എഡ്വി സക്കറിയ, ഭദ്രാസന കൗൺസിൽ അംഗം CK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടാന ഇറങ്ങുന്ന ചേലക്കര മണ്ഡലത്തിലെ വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ പവർ കട്ട് ഒഴിവാക്കാൻ മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസിന്റെ ഇടപെടൽ. വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആവശ്യം അറിയിച്ചതിനെ തുടർന്ന് മേഖലയിൽ പവർ കട്ട് ഒഴിവാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാമെന്ന് KSEBിയിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു. കലശമല ഇക്കോ ടൂറിസം സെന്ററിന് സമീപത്തെ ഉന്നതിയിലേക്കുള്ള വഴിയിൽ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായിരുന്ന കൂറ്റൻ പാറ അധികൃതർ ഇടപെട്ട് നീക്കം ചെയ്തു. പാറയിലെ വിള്ളലുകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വർദ്ധിച്ചിരുന്നു. വിള്ളലുകളിലേക്ക് മരങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയത് അപകട ഭീഷണി വർദ്ധിപ്പിച്ചു. 30ഓളം കുടുംബങ്ങൾ ഭീതിയിലായതോടെ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പാറ അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകൾ സംയുക്തമായാണ് പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വൈസ് പ്രസിഡന്റുമാരായ സബേറ്റ വർഗീസ്, തുഷാര സുബീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ, കല്ലുപുറം സെന്റർ, പാറമ്പാടം, പോർക്കുളം റോഡ് എന്നിവിടങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക. പെരുമ്പലാവ് സെന്റർ, അക്കിക്കാവ് ബൈപ്പാസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകളുടെ കേടുപാടുകൾ പരിഹരിക്കണമെന്നും കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT പോൾ യോഗം ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, ജില്ലാ സെക്രട്ടറി സിറിൽ P. ജോൺ, യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടാക്കമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് മേൽശാന്തി കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗജപൂജയും ആനയൂട്ടും നടന്നത്. കൊമ്പന്മാരായ കാളിയാർ മഠം ശേഖരൻ, പീച്ചിയിൽ രാജീവ്, കൊളക്കാടൻ ഗണപതി, പൂത്തൃക്കോവിൽ പാർത്ഥസാരഥി, പിടിയാനയായ തോട്ടേക്കാട്ട് കുഞ്ഞിലക്ഷ്മി അടക്കം 5 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുദീപ് കുമാർ, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. അരിമ്പൂർ പഞ്ചായത്ത് 17-ാം വാർഡിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗൻവാടിയിൽ കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായി നടത്തിവരാറുള്ള ഔഷധക്കഞ്ഞി വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം KR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃപ സാജൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാഷ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ ടീച്ചർ, സുകുമാരൻ കടുവാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ T. സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ സന്തോഷ് മാരാത്ത്, സുജിത് പാറയിൽ, ഷാലിഷ് കോമാത്ത്, സഞ്ജീവ് കലാനി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,135, പവന് 1,50,80. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കും. പ്രതീക്ഷയോടെ മലയാള സിനിമ. ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം എന്നീ ചിത്രങ്ങൾ പരിഗണനയിൽ.
ചരിത്രം കുറിച്ച് വിക്രം 1 രാജ്യത്തിന് അഭിമാനമായി ആദ്യ സ്വകാര്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. അഭിപ്രായങ്ങൾ പറയുന്നതിൽ KSU പരിധി വിടരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പരിമിതികളുള്ള സംഘടനയാണ് KSU എന്നും മന്ത്രി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഫേസ്ബുക്ക് പോസ്റ്റ്. തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വിധിക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ യോജിച്ച ഇടപെടൽ ഉണ്ടാകണമെന്നും അബ്ദുൽ ഖാദർ. സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതി നിയന്ത്രണം തുടരും. ലോകകപ്പ് ഫൈനൽ ദിവസം വൈദ്യുതി മുടങ്ങില്ലെന്ന് KSEB. വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടിയെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനൊരുങ്ങി പാർട്ടി. തിരുവില്ലാമലയിൽ വളം ഡിപ്പോയിൽ മോഷണം. മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും 1 ലക്ഷം രൂപ കവർന്നു. പുൽനാശിനി ആവശ്യപ്പെട്ട് കടയിലെത്തിയ ആളാണ് മോഷണം നടത്തിയത്. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്ന് തിങ്കളാഴ്ച അറിയാം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പേറുന്നു. 3ാം സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.